ഹായ് ഫ്രണ്ട്സ്, ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പഴയ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കണ്ടാൽ മതി. ബസ്റ്റർ കീറ്റനും ചാപ്ലിനുമൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ സർക്കസ് കളിക്കാരായിരുന്നോ എന്ന് സംശയം തോന്നിപ്പോകും. സംസാരമില്ലാതെ ശരീരം കൊണ്ട് മാത്രം തമാശകൾ ചെയ്തിരുന്ന അവർ പലപ്പോഴും ജീവൻ പണയപ്പെടുത്തിയാണോ അഭിനയിച്ചിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചാപ്ലിൻ വെറുമൊരു തമാശക്കാരൻ മാത്രമായിരുന്നില്ല എന്ന് തെളിയിച്ച ഒരു ചിത്രത്തെക്കുറിച്ചാണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. 1940 ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് യുദ്ധത്തിന് കാരണഭൂതനായ ഹിറ്റ്ലറിന്റെ ആശയങ്ങളെയും അദ്ദേഹത്തിന്റെ ചില വൈരുദ്ധ്യങ്ങളെയും കളിയാക്കിക്കൊണ്ട് ലോകത്തിനു മുന്നിൽ ചാപ്ലിൻ ആദ്യമായി സംസാരിച്ച ചിത്രമാണ് ഇത്. പേരില്ലാത്ത സാധാരണക്കാരനായ ഒരു ബാർബറായും സാക്ഷാൽ ഹിറ്റ്ലറിനെ അനുസ്മരിപ്പിക്കും വിധം ഹിങ്കൽ എന്നു പേരുള്ള ഒരു സ്വേച്ഛാധിപതിയായും ചാപ്ലിൻ ഇരട്ട വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം സിനിമാ പ്രേമികളുടെ ഇടയിൽ ഒരു ക്ലാസിക്കാണ്. ഒരേ സമയം ഹിറ്റ്ലറുടെ ക്രൂരതകളെയും ആ കാലഘട്ടത്തിലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെയും പതിവ് രീതിയിൽ ഒരിത്തി നൊമ്പരത്തിൽ ചാലിച്ച് തമാശയിലൂടെ കാണിക്കുകയാണ് ഈ ചിത്രത്തിൽ. പക്ഷേ ചിത്രത്തിന്റെ അവസാനത്തെ 5 മിനിറ്റിൽ ചാപ്ലിൻ മൗനം വെടിയുന്ന ഒരു രംഗമുണ്ട്. ലോകത്താകെ നടക്കുന്ന ഭീകരതകളിലേക്ക് കഥാപാത്രം നേരിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു രംഗം. ഫോർത്ത് വാൾ തകർത്ത് നേരിട്ട് പ്രേക്ഷകരോട് സംസാരിക്കുകയാണ് അദ്ദേഹം ആ രംഗത്തിൽ. ചാപ്ലിൻ എന്ന മനുഷ്യനെയും മഹാനായ ഒരു നടനെയും ഒരുമിച്ച് നമുക്ക് ആ രംഗത്തിൽ കാണാനാകും. ആ രംഗത്തിന്റെ മനോഹാരിത കണ്ടു തന്നെ അനുഭവിച്ചറിയുക. യഥാർത്ഥ ജീവിതത്തിൽ ചാപ്ലിൻ എങ്ങനെയായിരുന്നു എന്ന് പല വാദങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ അഭിനയ ലോകത്ത് ഇതുപോലൊരു പ്രതിഭ വേറെയില്ല എന്ന് നിസ്സംശയം പറയാം. രാഷ്ട്രീയ താൽപര്യങ്ങൾ കാരണം ലോകത്തെ പല ഭാഗത്തും ഈ ചിത്രം ഇറങ്ങിയില്ല. പക്ഷേ അധികാരത്തിന്റെ മത്തുപിടിച്ചവർക്കെതിരെ ശബ്ദിച്ച ഈ ചിത്രം ചാപ്ലിൻ ചിത്രങ്ങളിലെ ഏറ്റവും മികച്ച വിജയം നേടി. കാണാത്തവർ കാണുക. അഭിപ്രായം കമന്റിൽ അറിയിക്കുക. മറ്റൊരു ചിത്രവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.